അത്യുന്നതനായ ദൈവം ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രയേൽ ജനത്തെ വിടുവിച്ചു. പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം ജനത്തെ പുറപ്പെടുവിച്ചത്. എങ്കിലും ദൈവത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശം തനിക്കായി ഒരു ജനത്തെ വിശുദ്ധീകരിക്കുക എന്നതായിരുന്നു. അവിടെ എത്തും മുമ്പ് ജനം ദൈവഹിതപ്രകാരം ഒരുക്കപ്പെടണം എന്നതിനാൽ ദൈവം അവരെ മരുഭൂമിയിലൂടെ ചുറ്റി നടത്തിയതായി കാണുന്നു. ഏറിയ നാളത്തെ മിസ്രൈമ്യ വാസത്തിലൂടെ ജനം പരിചയിച്ചു പോകുന്ന സമ്പ്രദായങ്ങളെ, അന്യാരാധനകളെ അവരുടെ ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയേണ്ടതിനും യഹോവയായ ദൈവത്തെ അവർ ഏകാഗ്രതയോടെ സ്നേഹിച്ച് ആരാധിക്കേണ്ടതിനും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അവർ പഠിക്കേണ്ടതിനും മരുഭൂമിയിലൂടെ ദൈവം അവരെ 40 വർഷം നടത്തി. എന്നാൽ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ അനവധിയായ യുദ്ധങ്ങൾ നേരിട്ടു. അവിടെ എല്ലാം ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ജയം നൽകുകയും ചെയ്തതായി നാം കാണുന്നു. മരുഭൂമിയിൽ അവരുടെ സകല ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനായിരുന്നു. മിസ്രൈമിൽ നിന്നും നേരെ വാഗ്ദത്ത കനാനിൽ പെട്ടെന്ന് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല, എന്നാൽ താൻ വീണ്ടെടുത്ത തൻ്റെ ജനം കനാനിൽ എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കണമെന്നും ആത്മീയ അച്ചടക്കത്തോടെയും ഏകാഗ്രതയോടെയും അത്യുന്നതനായ ദൈവത്തെ എങ്ങനെ ഭയത്തോടും ഭക്തിയോടും സേവിക്കണമെന്നും ജനം കൃത്യമായി അറിഞ്ഞനുസരിക്കേണ്ടതിന് മരുഭൂമിയിൽ വെച്ച് ദൈവം ന്യായപ്രമാണത്തെ മോശെ മുഖാന്തരം നൽകി. അതനുസരിക്കുവാൻ തയ്യാറല്ലാത്തവരെ യാത്രയിൽ തന്നെ ഛേദിച്ചു കളയുന്നതിന് ദൈവം കൽപ്പിച്ചിരുന്നു. എന്നാൽ ജനം തിരിച്ചറിവില്ലാതെ ദൈവിക പദ്ധതിക്ക് കീഴ്പ്പെടാതെ നിരന്തരം മത്സരിച്ചതുകൊണ്ട് ദൈവകോപം അവരുടെ മേൽ പലപ്പോഴും ഇറങ്ങി വന്നു. ദൈവമായ യഹോവയെ അവർ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിക്കണമെന്ന് ദൈവം അവരോട് വ്യക്തമായി ആവർത്തിച്ച് കൽപ്പിച്ചിരുന്നു. എന്നാൽ ജനം നിരന്തരം മത്സരിച്ച് ദൈവത്തെ കോപിപ്പിച്ചു. ആയതിനാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ വെറും 2 പേരൊഴികെ ആ തലമുറയിൽ നിന്നുള്ള മറ്റാരും വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചില്ല എന്ന് നാം ഭയത്തോടെ കാണുന്നു. പ്രിയമുള്ളവരെ, നമ്മയും ഇതുപോലെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കർത്താവ് തൻ്റെ രക്തത്താൽ വിടുവിച്ച് തനിക്കായി വേർതിരിച്ച് നാമും സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. ഈ യാത്രയിൽ ഗ്രഹിച്ച് അനുസരിച്ച് ദൈവാനുരൂപരായി തീരേണ്ടതിന് ദൈവവചനം കൃത്യമായി ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളിൽ തന്നിട്ടുണ്ട്. നമ്മെ സകല സത്യത്തിലേക്ക് ഉപദേശിച്ച് നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവിനെയും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാൽ നാം ദൈവവചനത്തിന് മുൻപാകെ വിനയപ്പെടാൻ തയ്യാറാണോ എന്ന് പരിശോധിക്കുക. ഇല്ല എങ്കിൽ നാം ദൈവസന്നിധിയിൽ ഒരിക്കലും എത്തിച്ചേരില്ല. ഈ ആയുസ്സിൽ നാം ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ദൈവം കരുണ തോന്നി നൽകിയെന്നിരിക്കും. എന്നാൽ കർത്താവിനോട് അനുരൂപപ്പെടാത്ത ആരെയും സ്വർഗീയ കനാനിൽ പ്രവേശിപ്പിക്കുന്നതിന് ദൈവം അനുവദിക്കുകയില്ല എന്ന് തിരിച്ചറിയുക. ഭയത്തോടെ ദൈവവചനം ഗ്രഹിച്ച് അനുസരിക്കുക. ആയുസ് വൃഥാവാക്കരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ.